ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പവിത്രത്തിൽ നമ്മുടെ കമലം അമ്പലത്തിൽ പോയി വരുന്ന വഴിക്ക് ഇപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടർ സാബു ഹോസ്പിറ്റലാണല്ലോ, ഇതിന് പകരം പുതിയൊരു SI ചാർജ് എടുത്തു. അപ്പോൾ കമലത്തിനെ വഴിയിൽ വെച്ച് കാണുമ്പോൾ SI ചൂടാവുന്നുണ്ട്. തൻ്റെ മകനെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, ഇൻസ്പെക്ടർ സാബുവിനെ അവൻ പഞ്ഞിക്കിട്ടു എന്ന് ഞങ്ങൾ അറിഞ്ഞു. അവൻ എവിടെ പോയി വിളിച്ചാലും ഞങ്ങൾ കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കമലത്തിനോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ആ പോലീസുകാരൻ. അത് കഴിഞ്ഞ് വളരെ വിഷമത്തോടു കൂടി കമലം വീട്ടിലേക്ക് വന്ന് മാഷിനോട് വഴിയിലുണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാഷ് സമാധാനിപ്പിക്കുകയാണ് കമലത്തിനെ. പിന്നീട് നമ്മുടെ വർഷയ്ക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുകയാണ്. വർഷ ചെന്നിട്ട് നമ്മുടെ ശ്രീകാന്തിനോട് പറയുകയാണ്, നിങ്ങളുടെ അനിയത്തിക്ക് ഭയങ്കര ഡിപ്രഷനാണ്, അവളിപ്പോൾ ആരെയും റൂമിലേക്ക് കയറ്റുന്നില്ല, റൂമിലേക്ക് ചെന്ന് അവൾ ഭയങ്കരമായിട്ട് ചൂടാവുകയൊക്കെ ചെയ്യാണ്. അമ്മ പറയുന്നുണ്ട്, ഇവള് ഒരാൾക്ക് കഴിക്കുന്നതിന് മേലെ ഭക്ഷണമൊക്കെ കൊണ്ടുപോയി മുകളിൽ പോയി ഇരുന്നാണ് കഴിക്കുന്നത്, അവൾക്ക് ഡിപ്രഷനാണെന്ന് തോന്നുന്നു, ഡിപ്രഷനുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ വാരി വലിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുമെന്ന് അമ്മ പറഞ്ഞു എന്നൊക്കെ വർഷ പറയാം കേട്ടോ. അതേപോലെ തന്നെ പറയണത്, നിങ്ങളുടെ അനിയത്തി ദീപ്തിയും കണക്കാണ്, അവളോട് ഒന്നും മിണ്ടാൻ പറ്റില്ല, അവളോട് എന്തെങ്കിലും സംസാരിക്കുമ്പോഴേക്കും അവളും ചൂടാവുകയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ശ്രീകാന്തിനോട് പറയണായിട്ട് ഇപ്പോൾ ശ്രീകാന്ത് പറയും, ഞാനൊന്ന് വർഷ വേദയുടെ റൂമിലൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഈ സമയത്ത് വേദയാണെങ്കിൽ വിക്രത്തിൻ്റെ കയ്യിലും കാലുമെല്ലാം മുറിവ് പറ്റുകയാണ്. അപ്പോൾ വാതിലും വന്ന് ഇങ്ങനെ പതുക്കെ നോക്കിയിട്ട് ശബ്ദം വല്ലതും ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഒന്നും കേൾക്കാണ്ടായിപ്പോൾ ശ്രീകാന്ത് വാതിലുമ്മ തട്ടുകയാണ്. അപ്പോൾ വേദ ചോദിക്കും, ആരാന്ന് ചോദിക്കും. അപ്പോൾ ശ്രീകാന്ത് പറയും, ആരാന്ന് ചോദിച്ചാൽ മാത്രമാണോ നീ വാതിൽ തുറക്കുള്ളൂ എന്ന് ചോദിക്കും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ വേദയ്ക്ക് മനസ്സിലായി ശ്രീയേട്ടനാന്ന്. അപ്പോഴേക്കും തന്നെ വിക്രത്തിനോട് ബാൽക്കണിയിലേക്ക് മാറിക്കോളാൻ പറയുകയാണ്. അപ്പോൾ വാതിൽ തുറന്ന് നോക്കിയിട്ട് അപ്പോൾ തന്നെ വേദ വാതിലടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീ ചോദിക്കുന്നുണ്ട്, നീ എന്താ വേഗം വാതിലടച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ വേദ പറയും, നിങ്ങൾക്ക് എൻ്റെ റൂമിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നതൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ശ്രീ പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ ചൂടാവണത്, നിനക്ക് എന്താ ഇത്ര ദേഷ്യം ഇതൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടൊന്നും വേണ്ട, നിങ്ങൾ ചെയ്തു തന്ന കാര്യങ്ങളൊക്കെ മതി, അതുകൊണ്ട് തന്നെ സന്തോഷമാണ്. നിങ്ങളും നിങ്ങളുടെ ഭാര്യയുടെ അച്ഛനും കൂടെ കൂടിയിട്ട് ഒരു തെറ്റും ചെയ്യാത്ത വിക്രത്തിൻ്റെ പേരിൽ വരുണിൻ്റെ കൊലപാതകം തലയിൽ വെച്ച് കെട്ടിക്കൊടുക്കാൻ നിങ്ങൾ നോക്കുകയല്ലേ, അതൊന്നും നടക്കില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ പറയും, നിങ്ങളിവിടെ കിടന്ന് വല്ലാണ്ട് ഷോ കാണിക്കണ്ട, വല്ലാണ്ട് ഷോ കാണിച്ചാൽ ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും അച്ഛനോട് വിളിച്ച് പറയും എന്നൊക്കെ പറയും. അപ്പോൾ ശ്രീകാന്ത് വേദനെ തല്ലാനായിട്ട് കൈ ഉയർത്തും. അപ്പോൾ വേദ പറയും, എന്നെ തൊട്ട് പോരുത്, നിങ്ങളുടെ വേഷം കെട്ടി ഇനി എൻ്റെ അടുത്ത് നടക്കില്ല, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കും, എൻ്റെ കാര്യത്തിലൊന്നും ഒരു കാര്യത്തിലും നിങ്ങൾ ഇടപെടാൻ വരുമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിനെതിരെ ഇനി നിങ്ങളൊരു ചെറുവിരൽ അരയ്ക്കുക, അത് ഞാൻ വെറുതെ ഇരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഏതറ്റത്ത് പോയിട്ടായാലും ഞാൻ വിക്രത്തിനെ രക്ഷിക്കുമെന്നൊക്കെ വേദ ശ്രീകാന്തിനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ വേദയുടെ ഈ മറുപടിയൊക്കെ കേട്ടപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റാതെ നമ്മുടെ ശ്രീകാന്ത് തിരിച്ചു പോവുകയാണ്. ഈ സമയത്ത് വേദ പറഞ്ഞ് ബാൽക്കണിയിൽ നിന്ന് സ്റ്റോർ റൂമിലേക്ക് പോകാൻ നിൽക്കുന്ന വിക്രം താഴെ അമ്മ നിൽക്കുന്നത് കാണുകയാണ് കേട്ടോ. അപ്പോൾ വിക്രത്തിന് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു പതുക്കെ സൈഡിൽ പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ വിക്രം. എന്തായാലും ശ്രീകാന്തിന് ചുട്ട മറുപടി കൊടുത്തതിന് നമ്മുടെ വേദ ശ്രീകാന്തിനെ റൂമിൽ നിന്ന് പറഞ്ഞയക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ വേദയുടെയും വിക്രത്തിൻ്റെയും നല്ല നിമിഷങ്ങൾ നമുക്ക് അടുത്ത ഭാഗമായിട്ട് കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് മറക്കല്ലേ.